നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഒരു നല്ല കാര്യം ചെയ്തു. എന്നാന്നറിയാവോ? കാണാം, ഞാൻ വിനയ. പുതിയൊരു ലോകവാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോ നിലവിലെ പ്രശ്നം എന്നാന്ന് വെച്ചാല് ഇറാൻ മിലിറ്ററിലി വീക്കായി, അഡ്മിനിസ്ട്രേറ്റീവ്ലി വീക്കായി, മൊത്തത്തിൽ തവിടുപൊടിയായിരിക്കുന്ന ഇറാൻ ഇപ്പോ അമേരിക്കയോട് യാചിക്കുവാണ്, ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി നീട്ടിത്തരൂ. നിങ്ങൾ ഓൾറെഡി 5 ഡേ നമുക്ക് സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പവർ പ്ലാന്റ്സിന് മേൽ അറ്റാക്ക് നടത്തിയേല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഒരു 7 ഡേയ്സ് കൂടി തരൂ. ഇന്നലെ ഇറാൻ അമേരിക്കയോട് ഇങ്ങനെയാണ് കെഞ്ചിയത്. അപ്പോ നമ്മുടെ ട്രംപ് ഭയങ്കര ഉദാര മനസ്കനാണല്ലോ. ട്രംപ് പറഞ്ഞു, ഇറാൻ ഞങ്ങളോട് 7 ദിവസം കെഞ്ചി, പക്ഷെ എനിക്ക് നല്ല മനസ്സുള്ളത് കൊണ്ട് ഞാൻ 10 ദിവസത്തേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തന്നേ. എന്താണ്, 10 ദിവസം കൂടെ നമ്മള് ഇറാന്റെ പവർ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല. 10 ദിവസം ടൈം കിട്ടിയേ. അത്ര ഒരു നല്ല കാര്യം ഇന്നലെ നമ്മുടെ ട്രംപ് ചെയ്തു. പിന്നെയുണ്ട്, അത് മാത്രല്ല, നമ്മളിപ്പോ ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുക. വേറൊരു നെഗോസിയേഷനിൽ എത്തിക്കണമല്ലോ, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മള് ഇറാനുമായിട്ട് സമാധാനപരമായിട്ടുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇറാൻ പറയുന്നു അവർക്ക് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിന് മേലെ പരമാധികാരം വേണമെന്ന്. നമുക്കത് വലിയ യോജിപ്പില്ല, അതുകൊണ്ട് അത് പറ്റിയല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു നെഗോസിയേഷനിൽ എത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്നലെ ട്രംപ് ട്വീറ്റ് ചെയ്ത കാര്യമാണ്. 7 ഡേയ്സ് ഇറാൻ ചോദിച്ചു, 10 ഡേയ്സ് ഞാൻ കൊടുത്തു എന്ന രീതിയിലായിരുന്നു ഇന്നലെ ട്രംപിന്റെ പ്രതികരണം. ട്രംപ് ആയതുകൊണ്ട് നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം ഇങ്ങനെയായിരുന്നു. 5 ഡേയ്സ് സീസ് ഫയർ പ്രഖ്യാപിച്ചു, ഇനി 5 ദിവസത്തേക്ക് ഇറാൻ നമ്മൾ അറ്റാക്ക് ചെയ്യാനേ പോകുന്നില്ല. പറഞ്ഞു തീർന്ന് 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഇസ്രായേലിന്റെ ആക്രമണം ഖുറാം ഷഗറില് ഒരു പവർ പ്ലാന്റിലേക്ക്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം എത്രത്തോളം ശരിയാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ട്രംപ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ സെയിം ടൈമില് ഇവിടെ മീഡിയേഷന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. മീഡിയേറ്റേഴ്സ് ആരാന്നറിയണ്ടേ? പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കി, ഈ രാജ്യങ്ങളാണ് ഇപ്പൊ മീഡിയേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതും വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ഇപ്പോ നിലവില് അമേരിക്ക അറ്റാക്ക് ചെയ്യുന്നില്ല, പകരം അവിടെ അതിനേക്കാളും ആക്റ്റീവായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലാ. അങ്ങനെ ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോ ഇന്ന് ഇസ്രായേലിന്റെ സൈനിക മേധാവി ഒരു റെഡ് ഫ്ലാഗ്. കാര്യം എന്തെന്നറിയോ? നമുക്കിവിടെ സൈനികരില്ല, നമ്മുടെ മാൻ പവർ തീർന്നുകൊണ്ടിരിക്കുക. കാരണം എവിടത്തേക്ക് കാര്യം നോക്കണം, ഗാസയില് നോക്കണം, വെസ്റ്റ് ബാങ്കിൽ നോക്കണം, അതുപോലെ ലെബനൻ നോക്കണം, സിറിയ നോക്കണം. അപ്പൊ ഇവിടേക്കും കൂടെ നമുക്ക് സൈനികരില്ല. സോ അത് വേറെ വലിയൊരു പ്രശ്നം. ഇങ്ങനെ ഈ പ്രശ്നം എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോ അമേരിക്ക, നമ്മളിങ്ങനെ നിന്നാ പോരല്ലോ, നമ്മളാണല്ലോ ഇവിടുത്തെ വലിയ ആൾക്കാര്. സോ നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നിൽക്കണം. ഒന്നും നോക്കിയില്ല, അമേരിക്ക എന്ത് ചെയ്തു? അൺക്രൂഡ് ഡ്രോൺ സ്പീഡ് ബോട്ട്സിനെ പെട്രോളിങ്ങിനായിട്ട് അങ്ങ് വിന്യസിച്ചു. അപ്പൊ പ്രശ്നമില്ലല്ലോ. ഇത് ഒഫീഷ്യലി ന്യൂസ് വന്നിട്ടുണ്ട്. കാരണം പെന്റഗന്റെ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്, നമ്മൾ ഈ വാറിൽ ഫസ്റ്റ് ടൈമാണ് അൺക്രൂഡ് ആയിട്ടുള്ള ഡ്രോൺ സ്പീഡ് ബോട്ട്സിനെ പെട്രോളിങ്ങിനായിട്ട് വിന്യസിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, അങ്ങനെ എല്ലാം ശുഭമായിട്ടിരിക്കുക. അപ്പോ ഇതിനിടയില് ഇവരിലൊന്നും പെടാതെ ഒരു ചെറിയ ന്യൂസ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇറാനില് ഈ അടുത്ത ഇടയ്ക്ക് ഗോൾഡ് ഡെപ്പോസിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ അമേരിക്കയ്ക്ക് അവിടെ ഒരു ചെറിയ കണ്ണില്ലേ? നോക്കാം, അറിയില്ല. എന്നാലും അത് നമ്മൾ കാത്തിരുന്ന് അറിയേണ്ട ഒരു വിഷയമാണ്. ഇതൊക്കെ പറഞ്ഞാലും ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ അനുദിനം വർദ്ധിക്കുകയാണ്. അപ്പോ അമേരിക്കയും ഇറാനും ഇസ്രായേലും നെഗോസിയേഷൻ ചർച്ചകളിലാണെന്ന് പറയുമ്പോ ഇറാൻ പറയുന്നത് ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ്. അമേരിക്കയുടെ ഒരു 15 പോയിന്റ് ആക്ഷൻ പ്ലാൻ വന്നിട്ടുണ്ട്. ഫുള്ളി നെഗോസിയേഷൻ ആണെന്നാണ് പറയുന്നത്, പക്ഷെ അതിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയില്ല. സോ എന്തു തന്നെയാണെങ്കിലും വരും ദിവസങ്ങളിലെ വാർത്തകൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കാം.